യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. നന്ദിയുടെ അങ്ങ് വാഴ്ത്തുന്നു. കർത്താവേ നന്ദിയുടെ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിപ്പ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ ശൈത്യമോ ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിശ്വസ്തത ഒന്ന് മാത്രമായിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാം ക്ഷീണിച്ചു പോയപ്പോൾ, നാം തളർന്നു പോയപ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിച്ച നാളെ നമുക്ക് ഉത്തരം നൽകി, നമ്മുടെ ഉള്ളിൽ ബലം നൽകി, നമ്മെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പൽക്കാലം നമ്മെ ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഈ പൽക്കാലം വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ചില ദൈവിക പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. ഈ പൽക്കാലം ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റുന്ന ദൈവം. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം, ഒത്തിരി ആഗ്രഹം കാണുന്ന ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയും പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ആഗ്രഹത്തെ ദൈവത്തിൻ്റെതാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെതാക്കി മാറ്റിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നിങ്ങളുടെ നാളുകളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹത്തെ എൻ്റെ ദൈവത്തിൻ്റെ ആലോചനയാക്കി ദൈവത്തിൻ്റെതാക്കി ദൈവം മാറ്റുന്ന പകൽക്കാലം അത്രേ. അങ്ങനെ മാറിക്കഴിയുമ്പോൾ സ്തോത്രം, ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആഗ്രഹവുമായിട്ട് നാം നടന്നു കഴിഞ്ഞാൽ പ്രതികൂലം കാണുകയില്ല. കാരണം ശത്രുമണ്ഡലത്തിന് അറിയാം നമ്മുടെ ആഗ്രഹം നമ്മളെ കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല എന്ന്. പക്ഷെ ആ ആഗ്രഹം ദൈവത്തിൻ്റെതായി തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രതിസന്ധികൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നമ്മുടെ ആഗ്രഹം സാത്താൻ ഒരു വിഷയമല്ല. പക്ഷേ അത് ദൈവം ഏറ്റെടുത്തു എന്നറിയുമ്പോൾ സാത്താൻ മണ്ഡലം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. എന്നാൽ പ്രതികൂലം കണ്ട് പതറിപ്പോകല്ല. നമ്മുടെ ദൈവം ആലോചനയും വലിയവന് പ്രവൃത്തി ശൈത്യമാനുമായ ദൈവമത്രേ. സ്തോത്ര. യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നിറവേറ്റി തരുമെന്ന് ദൈവവചനത്തെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും ഒക്കെയും സ്തോത്ര ചില ആഗ്രഹത്തിന് വേണ്ടി ഇരുന്ന ദൈവ പൈതലിനോട് ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആലോചനയെ, നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവത്തിൻ്റെതാക്കി മാറ്റും. ഹല്ലേലൂയ. നാം പറയാറില്ലേ, ഈ വിഷയത്തിന് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചോ, പക്ഷെ പ്രതികൂലം അത്രത്തോളം ഇല്ലായിരുന്നു. എന്നാൽ ഉപവസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രതികൂലം അതിനകത്ത് വന്നു എന്ന് പറയില്ലേ. ഞാൻ പറയട്ടെ, പ്രതികൂലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിനെ എൻ്റെ ദൈവം ഏറ്റെടുത്തു. ഹല്ലേലൂയ. അതിനെ ദൈവം ഏറ്റെടുത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പക്ഷെ ആ പ്രതികൂലത്തിനകത്ത് നിന്റെ ആഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമല്ല, ആ ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റി തരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. സ്തോത്രം. ഇവിടെ തിരുവചന ഭാഗത്തും കാണുവാൻ സാധിക്കുന്നു. റോമർക്കെതിരെ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റോമർക്കെതിരെ ലേഖനം 15-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളില് അപ്പോസ്തലനായ പൗലോസിന്റെ
ഒരു ആഗ്രഹമായിരുന്നു റോമിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുക, ദൈവത്തെ കർത്താവിനെ കുറിച്ച് സുവിശേഷീകരണം നടത്തുക എന്നത് പൗലോസിന്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ ആ ആഗ്രഹം തന്റെ ജീവിതത്തിനകത്ത് കിടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതുവാനായിട്ട് ഇടയെത്തുന്നു. 11-ാം അധ്യായത്തിൽ രാത്രി കർത്താവ് അവന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ധൈര്യം ആയിരിക്കാൻ, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. സ്തോത്രം. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, നമ്മുടെ ആഗ്രഹത്തെ, പൗലോസിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ അരുളപ്പാടാക്കി മാറ്റുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, നിന്റെ ആഗ്രഹത്തെ ഈ പകൽക്കാലം വിശ്വസിക്കുക. ദൈവത്തിന്റെ അരുളപ്പാടായിട്ട്, ദൈവത്തിന്റെ ആലോചനയാക്കി ദൈവം അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. തന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു, ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുണ്ട്. സ്തോത്ര. അതേ നന്മയിലേക്ക് ദൈവം നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയത്തീര. ശത്രു നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്ന ദോഷത്തിനായി കൊണ്ടുവരുന്നതിനെ, നിന്റെ നഷ്ടത്തിനായിട്ട് നിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതിനൊക്കെയും എന്റെ സ്വർഗത്തിലെ ദൈവ നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലം കണ്ട് പതറിപ്പോകുവാനല്ല, പ്രതികൂലം കണ്ട് നിരാശപ്പെട്ടു ഇരിക്കുവാനല്ല, അതിനകത്ത് നോക്കി വിളിച്ചു പറയുക, ഇതെന്റെ നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ശത്രുമണ്ഡലത്തിന് തിരിച്ചറിയില്ല അതിനകത്ത് വെളിപ്പെടേണ്ട നന്മ എന്തെന്ന്. പക്ഷെ ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇതിനകത്ത് ഞാൻ പോലും കാണാത്ത ഒരു ദൈവ പ്രവൃത്തി ഉണ്ട് എന്ന്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അപ്പോസ്തലൻ പൗലോസിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അരുളപ്പാട് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ദൈവത്തിന്റെ പൗലോസിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ അരുളപ്പാടും ആലോചനയുമായിട്ട് ഒരു കൂട്ടിമുട്ടന്റെ ബന്ധത്തിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോ പൗലോസിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു, പ്രതിസന്ധികൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അവിടെ കൈവിട്ടിട്ട് പോകുന്ന ഒരു കർത്താവിനെയല്ല കാണുവാനായിട്ട് കാണുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, 3 പ്രാവശ്യം കർത്താവ് തന്റെ അടുക്കൽ ചെന്ന് തന്നോട് ദൂത് ഇടപെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒന്നാം ഭാഗം കാണുവാൻ സാധിക്കുന്നു. 18-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, തന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവത്തെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. താൻ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വചനം പ്രസ്താവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യഹൂദന്മാരും യവനന്മാരൊക്കെയും സ്തോത്ര അവരോട് ദൈവവചനത്തെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ അവർ എതിർപ്പറയുകയും ദുഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം കാണുന്നതായിട്ട്. പക്ഷെ അവിടെ താൻ തളർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇറങ്ങി പൗലോസിനോട് പറയുന്നുണ്ട്, ദർശനത്തിൽ നീ മിണ്ടാതിരിക്കരുത്, സ്തോത്രം, ഭയപ്പെടാതെ പ്രസംഗിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നാം കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷെ അത് കണ്ട് ഞാനും നിങ്ങൾ മിണ്ടാതിരിക്കുവാനല്ല, നാം അധൈര്യപ്പെട്ടു പോകുവാനല്ല. അവിടെ എന്ത് ചെയ്യുന്നു, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീര. ആരും നമ്മളെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്താതെ വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപയും നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പൗലോസിന്റെ അടുക്കൽ വീണ്ടും പറയുന്ന ഒരു ഭാഗമുണ്ട്. 22-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. അവിടെയും യേശു കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോകുക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയല്ല എന്ന് പറയുന്നു. പ്രതികൂലങ്ങൾ എവിടെയെല്ലാം സ്തോത്രം പൗലോസിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീർന്നു, അവിടേക്ക് ധൈര്യപ്പെടുത്തേണ്ടതിനായിട്ട്, ബലപ്പെടുത്തേണ്ടതിനായിട്ട് കർത്താവ് ദർശനത്തെ വെളിപ്പെടുന്ന കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നീ പതറിപ്പോകുമ്പോൾ, നിന്റെ സ്തോത്രം ധൈര്യം ചോർന്നു പോകും എന്ന് സാഹചര്യം കടന്നു വരുമ്പോ അകലം വിട്ട് മാറിപ്പോകുകയല്ല യേശു കർത്താവ്
കർത്താവ് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തരാ. മനുഷ്യരാരും നിന്നെ ധൈര്യപ്പെടുത്തുവാൻ കാണത്തില്ലായിരിക്കാം. നിന്റെ ഉള്ള ധൈര്യത്തെ കൂടെ ചോർത്തിക്കളയുവാൻ നോക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തരാ. നിന്നെ ഏൽപ്പിച്ചതിനെ പൂർത്തീകരിപ്പാനായിട്ട് ദൈവം നിന്നെ പ്രാപ്തനാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. 23-ാം അധ്യായം ഞാൻ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കിൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഈ ഭാഗത്തെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം തൊട്ട് പറയുവാനായിട്ടിടയായി തീർന്നു. അവിടെ പ്രതികൂലങ്ങൾ കണ്ടു, ഭാരങ്ങളൊക്കെ വന്നുവെങ്കിലും കർത്താവ് ദർശനത്തിൽ ഇടപെട്ടുവെങ്കിലും ഇവിടെ 3-ാം ഭാഗത്തിൽ വരുമ്പോ കർത്താവ് ആലോചനയെ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് പൗലൂസിനോട് കൈമാറുന്ന ഒരു അനുഭവത്തിൽ കാണുവാൻ സാധിക്കുന്നു. നീ യെരൂശലേമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് കാണുവാനായിട്ടിടയായി തീർന്നു. പ്രിയതേ മക്കളെ, അവിടെ കൊണ്ട് നമുക്ക് തീരുന്നില്ല. അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. തനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠയും അത് ഭയമൊക്കെ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ ജീവിതത്തിൽ യെരൂശലേമിൽ വെച്ച് തന്നെ തകർത്ത് കളയും, അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നുള്ള ഒരു അനുഭവമൊക്കെയും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് അവിടേക്ക് ബലപ്പെടുത്തി തന്നെ എത്തിക്കേണ്ടടുത്ത് എത്തി എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം ദൈവം അവന് പ്രത്യക്ഷനായിട്ട് അരുളപ്പാട് കൊടുത്ത് ഉറപ്പിക്കുന്നതായി കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ഭാഗത്തും കർത്താവ് അവന് ദർശനത്തിൽ കൂടി വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ വെച്ച് യെരൂശലേമിൽ തകർന്നു പോകേണ്ട ഇടത്തും തകർന്നു പോകാതെ തന്നിലുള്ള ദൈവിക അരുളപ്പാടിനെ നിറവേറ്റുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ സ്തോത്ര ആഗ്രഹം ദൈവത്തിന്റെ ആലോചനയായിട്ട് മാറിക്കഴിഞ്ഞപ്പോ അവനെതിരെ പ്രതികൂലങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ശബ്ദം ഈ 23-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞതായ ഈ അരുളപ്പാടിന് ശേഷം നമുക്ക് പൗലൂസിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിയുമ്പോ ഓരോ രീതിയിൽ അവന്റെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനെ കാണുവാൻ സാധിക്കുന്നു. അവനെ കൊന്നുകളയുവാൻ യഹൂദന്മാർ ശപഥം ചെയ്യുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. 23-ാമത്തെ അതായത് 23:11 യഹോവയുടെ അരുളപ്പാട് അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ആ അരുളപ്പാട് കഴിഞ്ഞ് തൊട്ട് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, നേരം വെളുത്തപ്പോ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലൂസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് ഒരു ശപഥം തനിക്കെതിരായി ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയായിട്ട് ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് അത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരുമ്പോ ശത്രുമണ്ഡലം ചലിക്കുവാനായിട്ട് ഇടയായി തീരും. കാരണം നിന്റെ ആഗ്രഹം ഹല്ലേലൂയ പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന് ഒരു വിഷയമല്ല. പക്ഷേ അത് ദൈവത്തിൻ്റെതായി മാറിക്കഴിയുമ്പോ അവനറിയാം ഇത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന്, ആ മണ്ഡലത്തെ തകർക്കാൻ കഴിയത്തില്ല എന്ന ആയതിനാൽ ശത്രു വളരെയധികം പ്രവർത്തിക്കുവാനായിട്ട് ഇടയത്തില്ല. ഇവിടെ ദൈവത്തിന്റെ കർത്താവിന്റെ അരുളപ്പാട് പൗലൂസിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കിടന്നു. അടുത്ത വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവനെ കൊന്നു കളയുവാനായിട്ട് ശപഥം ചെയ്യുന്ന ഒരു അനുഭവം. അവര് ആഹാരം കഴിക്കുകയില്ല. അവർ കാണുവാൻ സാധിക്കുന്നു, പൗലൂസിനെ കൊന്നു കളയുവോളം ഒന്നും തിന്നിക്കുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേർ ഉണ്ടായിരുന്നു. അവിടെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. അതിന്റെ 23-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവനെ പൗലൂസിനെ കൈസരിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ കാണുന്നു, പിന്നെ അവൻ ശതാധിപന്മാരെ 2 പേരെ വരുത്തി ഈ രാത്രി 3-ാം മണി നേരത്ത് കൈസർക്ക് പോകുക 200 കാലാളുകളെയും 70 കുതിരച്ചേവകരെയും 20 കുതിരകളെയും ഒരുക്കുവേ. പൗലൂസിനെ കയറ്റി ദേശാധിപതിയെ ഫെലിസ്തന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിക്കുക, മൃഗവാഹനങ്ങൾ. ഇങ്ങനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന് അവിടെ നിർത്താതവണ അവന് അവിടെ നിന്ന് വിടേണ്ടതിനായിട്ട് സ്തോത്രം കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയതേ മക്കളെ, ഇങ്ങനെ പ്രതികൂലങ്ങൾ ഓരോന്നായിട്ട് തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതേ സ്തോത്രം. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, പൗലൂസ് ഫെലിസ്തന്റെ മുമ്പാകെ
വിധിക്കപ്പെടുന്ന അനുഭവം കാണുന്നു. പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം തന്നെ കുറിച്ച് ബോധിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പൗലോസിനെ എങ്ങനെ നശിപ്പിച്ച് കളയാം, തന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടിലേക്ക് ഇവനെ എങ്ങനെ കയറ്റാതിരിക്കാമെന്നുള്ള പദ്ധതികൾ ശത്രുമണ്ഡലം നോക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ അവിടെയൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നിലും തകർന്നു പോകുവാനായിട്ട് ദൈവം ഇടയാക്കിയില്ല എന്ന നമുക്ക് അവിടെയെല്ലാം വച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പൗലോസ് റോമയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി കപ്പൽ കയറുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വചനത്തെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ അകത്ത് നമുക്ക് ഒത്തിരി കാണുവാൻ സാധിക്കുന്നു. കാറ്റ് പ്രതികൂലമായി തന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അനുഭവങ്ങളൊക്കെ ഈ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പക്ഷെ ഒടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, തന്റെ ജീവിതത്തെ എന്നേക്കുമായി തകർത്ത് കളയുവാനായിട്ട് തന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ അവനെതിരായിട്ട് പ്രതികൂല കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന അനുഭവം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 27-ാമത്തെയും അതിന്റെ 14-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ ആലോചന അവന്റെ ജീവിതത്തിൽ കേട്ടപ്പോ അവനെതിരായി പ്രതികൂലങ്ങൾ ഉണ്ടായി. ഒടുവിൽ റോമിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ അതിനകത്ത് തകർത്ത് കളയുവാനായിട്ട് കൊടുങ്കാറ്റ്, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് തന്റെ ജീവിതത്തിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയെക്കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. പക്ഷെ എന്റെ 24-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, വളരെ നാളായിട്ട് സൂര്യനെ നക്ഷത്രങ്ങളെ കാണാതെ വല്ലാതെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെ മറ്റുപോയി. ഇനി ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല, ഇനി ഞങ്ങൾക്ക് അവിടെ റോമിൽ എത്താൻ കഴിയത്തില്ല. തന്റെ പ്രതീക്ഷ, ആശ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടിടയെ തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ലക്ഷ്യത്തോടെ ആയിരിക്കാം, പ്രതീക്ഷയോടെ ആയിരിക്കാം നീ ചിലതിലേക്ക് ഇറങ്ങി തിരിച്ചത്. നാളുകളും സമയങ്ങളും കഴിയുമ്പോൾ ആ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന രീതിയിൽ, ആശ അറ്റുപോകുന്ന രീതിയിൽ, ഇനി ഇതിൽ നിന്നൊരു മറുപടി ലഭിക്കുമെന്നും ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിക്കുമെന്നും ഒരു പ്രതീക്ഷ എനിക്കില്ല എന്ന് പറയുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. നിന്നോടും നിന്റെ തലമുറയോടും ദൈവം ഒരു അരുളപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചു കഴിഞ്ഞാലും, നിന്നെ തകർത്ത് കളയുവാൻ നോക്കിയാലും, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയാലും, നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിനെ തകർത്ത് കളയുവാനായിട്ടുള്ളതല്ല, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു ഇറക്കിയെങ്കിൽ എന്റെ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ മധ്യത്തെ കൊടുങ്കാറ്റുകളും തിരമാലകളും നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോ നിന്നെ വിട്ടേച്ചു പോകുന്ന ഒരു കർത്താവല്ല, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും വരെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമത്രേ. ഞാൻ പറയുവാനായിട്ട് തന്നല്ലോ, 3 ഭാഗത്ത് കർത്താവ് ദർശനത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഇവിടെ ആശ അറ്റുപോകുമ്പോ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ, ഇതിനകത്ത് ഇനി പുറത്തു വരുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു തോന്നൽ വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവിന്റെ ദൂതൻ, ഹല്ലേലൂയ, അതായത് കൂടെ ഉണ്ട്. പൗലോസ് ഒറ്റയ്ക്കായിരുന്നപ്പോ ഞാൻ വായിച്ച 3 ഭാഗത്തും കർത്താവ് ദർശനത്തിൽ വെളിപ്പെടുവാൻ തീർന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ കപ്പലിനകത്തിരിക്കുമ്പോ കർത്താവിന്റെ ദൂതനെ അവിടെ ഇറക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ ദൂതൻ അവിടെ ഇറങ്ങി ചെന്നിട്ട് അവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. സാഹചര്യങ്ങൾ അനുസരിച്ച് നിനക്ക് വേണ്ടി കർത്താവ് ദർശനത്തിൽ ഇറങ്ങി അരുളപ്പാട് തരേണ്ടടുത്ത് അരുളപ്പാട് തരാ. ദൂതനെ ഇറക്കി നിന്നെ ധൈര്യപ്പെടുത്തേണ്ടടുത്ത് ധൈര്യപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരെ വാക്കുകളിൽ നിന്നെ
നിന്നെ നിരാശപ്പെടുത്തി കളയാം. സാഹചര്യങ്ങൾ ആശയറ്റു പോയെന്ന് പറയത്തക്ക രീതിയിൽ വെളിപ്പെട്ടു വന്നിരിക്കാം. പക്ഷേ കർത്താവിന്റെ ദൂതൻ ഇറങ്ങുന്നത് എന്തിനാ? നിന്നെ അധൈര്യപ്പെടുത്തുവാനല്ല, നിന്നെ ധൈര്യപ്പെടുത്തിയിട്ട് നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ ഒന്നുകൂടെ ഉണർത്തിച്ചു തരുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. ഈ പകൽക്കാലം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കാണുമായിരിക്കാം, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം, ആശയറ്റുപോയ അനുഭവത്തിലായിരിക്കാം, ഇനി ഇതിനകത്തൊന്നൊരു വിടുതലില്ല എന്നുള്ള ചിന്ത നിന്റെ മൈൻഡിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, നിന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടിനെ നിവർത്തിപ്പാൻ ജാഗരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അതിനകത്ത് കടന്നു വരുന്ന ഒരു കൊടുങ്കാറ്റും ദൈവത്തിനൊരു വിഷയമല്ല. ഹല്ലേലൂയ. അതിനകത്ത് നിങ്ങൾ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കേടും പറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കത്തില്ല. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒത്തിരി നഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ 22-ാം വാക്യത്തിൽ കാണുന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടായിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. സ്തോത്രം. ഇത് പൗലോസിനെ അധൈര്യപ്പെട്ടിരിക്കുമ്പോഴും ആശയറ്റിരിക്കുമ്പോഴും പറയുവാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നാം അധൈര്യപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതിനായിട്ട് നമ്മുടെ അടുക്കിലേക്ക് കർത്താവിന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. കാരണം അതിനകത്ത് തീരുന്നതല്ല നിന്റെ ജീവിതം. നിനക്കൊരു യാത്രയുണ്ട്. നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത കർത്താവ് എത്തിക്കും. അതുകൊണ്ട് നീ അവിടെ ഭയപ്പെട്ടിരിക്കുവാൻ ഒരാൾ പറയുന്നു, എന്റെ ഉടയവനും. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു ഉടയവനുണ്ട്. നാം ആരുമില്ലാത്തവരല്ല. ഹല്ലേലൂയ. പലപ്പോഴും നാം പറയാറുണ്ട്, എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല. ഞാൻ പറയട്ടെ, നമുക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ. നമ്മളെ രക്ഷിപ്പം പ്രാപ്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. നമ്മുടെ ഉടയവൻ നമ്മെ ഉപേക്ഷിച്ച് കളയുകയില്ല. നമ്മുടെ ഉടയവൻ നമ്മുടെ നിരസിച്ച് കളയില്ല. നമ്മുടെ ഉടയവൻ നമ്മുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥന് ഭയങ്കര ഉത്തരവാദിത്വമായിരിക്കാം. ജോലിക്കാരന് അത്രത്തോളം ഉത്തരവാദിത്വം കാണില്ല. പക്ഷേ ഒരു കമ്പനി നടത്തുന്ന ഉടമസ്ഥന് ഭയങ്കരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ കാണും. കാരണം ആ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുക, അതിനെ ഒരു ഹല്ലേലൂയ സ്തോത്രം പ്രോഫിറ്റിലേക്ക് ഒരു ലാഭത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഒത്തിരി വെമ്പൽ കൊള്ളുന്ന വ്യക്തിയായിരിക്കും ആ ഉടമസ്ഥൻ എന്ന് പറയുന്ന. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നമുക്കൊരു ഉടയവനുണ്ട്. നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ചെയ്തു തരുവാനായിട്ട് ഒരു ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ. ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലൂസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാവുന്നു. അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാഗ്ദത്തത്തെ ഉറപ്പിക്കുക. ആശയറ്റു പോകുമ്പോഴും അവിടെ വാഗ്ദത്തത്തെ തട്ടി ഉണർത്തിയിട്ട് പറയാ, നീ ഇവിടെ തീരേണ്ടവനല്ല, നീ ഇവിടെ തീരേണ്ടവനല്ല, ഈ കപ്പലിനകത്ത് നീ തീരേണ്ടവനല്ല, ഈ കടലിനകത്ത് നീ തീരേണ്ടവനല്ല. ശത്രു പറഞ്ഞിരിക്കാം, നീ ഇതിനകത്ത് തീരും, നീ ഇനി കര കയറുകയില്ല, നിനക്കിനി സൂര്യനെ കാണാൻ കഴിയില്ല, ചന്ദ്രനെ കാണാൻ കഴിയില്ല, പുറലോകത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷേ കർത്താവിന്റെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. നീ ചിലതിനകത്തിരിക്കുമ്പോ പ്രതികൂലങ്ങൾ കടന്നു വരാം. പക്ഷേ ഒന്നിനു പോലും കേട് പറ്റാതെ വണ്ണം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തെയും ദൈവം ചിലടത്ത് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, ആശ അറ്റുപോയി കാണുമായിരിക്കാം, സാഹചര്യങ്ങളൊക്കെ നിന്നെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം, നിന്റെ വാക്തത്വം ആഴത്തിലേക്ക് പോയി കാണുമായിരിക്കാം, വിശ്വാസത്തിന്റെ തലങ്ങൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു തുടങ്ങിക്കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം നിന്നോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനായിട്ടുള്ളത്, നിന്നെ ദൈവം ചിലടത്ത് കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ ദൈവം ചിലടത്ത് കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ചിലരുടെ മധ്യത്തിൽ ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തെ പ്രതികൂലത്തിനകത്ത് ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇവിടെ പൗലോസ് പറഞ്ഞു, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു, അറ്റുപോയി. നമുക്കറിയാം, ചില ബന്ധങ്ങൾ അറ്റുപോയി കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ല. അറ്റുപോകുന്ന അനുഭവങ്ങൾ, ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത അനുഭവങ്ങൾ, അതിനകത്ത കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞത്, ഹല്ലേലൂയ, നീ ഭാരപ്പെടണ്ട, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. പ്രതികൂലം കണ്ട് നിരാശപ്പെട്ടു പോകരുതേ. സാഹചര്യങ്ങൾ കണ്ട് തളർന്നു പോകരുതേ. കർത്താവിന്റെ കരം നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിനക്ക് പ്രാണഹാനി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കൂടെ ഉള്ളത് ഒന്നും കേടുവരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 28-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. 27-ന്റെ 34-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കാണുന്നു, നിങ്ങൾ ഒരുത്തന്റെയും തലയിൽ രോമം നഷ്ടമാകുകയില്ല, നിശ്ചയം. വീണ്ടും അവിടെ ഉറപ്പിക്കുന്ന കാര്യമാണ്. തലയിൽ രോമം വരെയും എണ്ണപ്പെട്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നമുക്കൊരു ഉടയനുണ്ട്. നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആശകൾ അറ്റുപോകുമ്പോഴും പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോഴും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുന്ന, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റുമ്പോൾ ശത്രുമണ്ഡലം ചലിക്കും. ഹല്ലേലൂയ. പക്ഷേ ആ പ്രതികൂലത്തിനകത്ത് നമ്മെ വിട്ടുകളയുന്ന ഒരു സ്വർഗമല്ല. ആ പ്രതികൂലത്തിനകത്തുകൂടെ നിനക്കൊരു കേടും പറ്റാതെ വേണം, നിനക്കൊരു പ്രാണന് ഹാനി വരാതെ വേണം, നിന്റെ കൂടെയുള്ളവർക്ക് ഒരു ഹാനിയും വരാതെ വേണം, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ കപ്പൽ ചരിത്ത് നിന്ന് രക്ഷപ്പെട്ടു മെലിത്ത ദ്വീപിലേക്ക് കയറി. അവിടെയും അവന് കാത്തിരുന്നത് പ്രതികൂലമാ. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിനകത്തും ഹല്ലേലൂയ അവിടെ ജയിച്ച് കയറുവാൻ ദൈവം കൃപ കൊടുത്തു. പ്രിയ ദൈവത്തിലെ, ഓരോന്നായി നിന്റെ കരത്തിൽ കയറി പിടിച്ചിരിക്കാം. നീ ഓരോന്നിനെയും മറികടന്നു വരുമ്പോ പലതും നിന്റെ ജീവിതത്തിനകത്ത് വീണ്ടും വീണ്ടും കടന്നു വരാം. പക്ഷേ അതിനകത്ത് നീ തകർന്നു പോകുകയല്ല, നീ ചിലതിനെ ജയിക്കുവാൻ തുടങ്ങുക. ഹല്ലേലൂയ. ചിലതിനെ അങ്ങ് കുടഞ്ഞു കളയുക. ചിലത് നിന്റെ കരത്തിൽ കയറി പിടിക്കുമ്പോ നീ പറയുക, ഇതുകൊണ്ട് തീരുന്നതല്ല എന്റെ വാഗ്ദത്തം, ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല ദൈവത്തിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ. നീ അങ്ങ് ചിലതിനെ കുടഞ്ഞു കളയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആവർത്തനങ്ങൾ ഒഴിവാക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. അതിന്റെ 28-ന്റെ 16-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, റോമിൽ എത്തിയ ശേഷം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുവാനായിട്ടിടയായി തീർന്നുവല്ലോ. 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ കർത്താവിന്റെ അരുളപ്പാട് കൊടുത്തു, നീ എവിടെ നിൽക്കണമെന്ന്. സ്തോത്രം. അവിടെ കടന്നുപോയി ദൈവത്തിന്റെ വചനം പറയണമെന്നുള്ളത് രാത്രി കർത്താവിന്റെ ദൂതൻ തന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കണം. അതിനുശേഷം തന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാർ അവനെ കൊന്നു കളയുവാൻ ശപഥം ചെയ്തിരിക്കുവാനായിട്ടിടയായി തീർന്നു. ഫെലിസ്തരുടെ മുമ്പാകെ കൈസരുടെ മുമ്പാകെ മാറ്റി മാറ്റി വിധിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നിന്നൊക്കെയും കരകയറി വന്നപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഒടുവിൽ കപ്പൽ ഛേദം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അവിടെ ഒന്നും തകരുവാൻ ദൈവം അനുവദിച്ചില്ല. ആരംഭത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ ആ വാഗ്ദത്തത്തോട് അടുക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ആ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ആ ശബ്ദങ്ങളും വിസ്തരിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ മാറിയിട്ട് തന്റെ പ്രാണനെതിരായിട്ട് ആശ അറ്റുപോകുന്ന രീതിയിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുവാനായിട്ടിടയായിത്തീർന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനെ നശിപ്പിച്ച് കളയാതെ വണ്ണം കർത്താവിന്റെ ദൂതനെ ഇറക്കി ബലപ്പെടുത്തിയിട്ട് റോമിലെത്തിച്ച ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ആഗ്രഹം ദൈവത്തിൻ്റെതായി മാറുമ്പോ
അതിനകത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയത്തിരും. പ്രിയ ദൈവമക്കളെ, എല്ലാ പ്രതികൂലങ്ങളെയും നടുവിൽ കൂടി ഹല്ലേലൂയ റോമിൽ എത്തിച്ചേരുവാൻ ഇടയായി എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ചില പ്രതികൂലങ്ങളെ മറികടക്കും. ശത്രു പറഞ്ഞിരിക്കാം, നീ പ്രതികൂലത്തിനകത്ത് തീരും, ഈ പ്രതികൂലത്തിനകത്ത് നീ മുന്നോട്ട് പോകില്ല, നീ വാഗ്ദത്തത്തെ കാണത്തില്ല, നീ വാഗ്ദത്തത്തെ അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പകൽക്കാലം ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ചില പ്രതികൂലങ്ങളെ നീ മറികടക്കും. യേശുവിന്റെ നാമത്തിൽ ചില പ്രതികൂലങ്ങളെ നിങ്ങൾ മറികടക്കും. ഹല്ലേലൂയ. ശത്രു എത്ര തന്നെ നിന്നെ തകർക്കാൻ നോക്കിയാലും നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാതിരിക്കുക. ശത്രു എന്തെല്ലാം തന്ത്രപ്പാടുകൾ കൊണ്ടുവന്നാലും നീ അതിനെ മറികടക്കും. കാരണം നിന്റെ മേൽ കൈമാറിയത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ അരുളപ്പാട്. എത്രേ ദൈവത്തിന്റെ അരുളപ്പാട് നിന്റെ ജീവിതത്തിൽ കിടക്കും കാലത്തോളം ഒരു ലോകത്തിലെ ശക്തിക്കും നിന്നെ തൊടുവാൻ, നിന്റെ തലമുറയെ തൊടുവാൻ, നിന്റെ വാഗ്ദത്തത്തെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എവിടെ കൂടെ ആയിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, സകലതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം റോമിലേക്ക് എത്തുന്ന മുൻപേ മെലിത്തേലെത്തി. മെലിത്തേലും അവനെ തകർക്കുവാൻ നോക്കി, പക്ഷേ അവിടെ ദൈവം നന്മയ്ക്കാക്കി തീർത്തു, ചിലതിന്റെ വിടുതനായിട്ട്. ആ കപ്പൽ ഛേദത്തിൽ നഷ്ടപ്പെട്ടതിനെ അവിടെ വെച്ച് കയറ്റി കൊടുക്കേണ്ടതിനായിട്ട് ദൈവം മെലിത്തെയും ഉപയോഗിക്കുവാനായിട്ടിടയെത്തുന്നു. നിന്റെ ജീവിത യാത്രയുടെ മധ്യത്തിൽ എന്തെല്ലാം നിനക്കെതിരെ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ച് നഷ്ടപ്പെടുത്ത കളയുവാൻ ശത്രു നോക്കിക്കഴിഞ്ഞാൽ നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നതിന് മുമ്പേ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതിനൊക്കെ മടക്കിത്തരും. അതേ സ്തോത്രം, നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോ മണ്ഡലം കൈകൊട്ടി ചിരിച്ചിരിക്കാം, പക്ഷേ അവന് സന്തോഷിപ്പാൻ ദൈവം അനുവാദം കൊടുക്കാതെ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെയും നിന്റെ ജീവിതത്തിൽ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. മെലിത്ത ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്റെ പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ അവിടെയും ചില വിടുതലിനു വേണ്ടി ഹല്ലേലൂയ ദൈവം ചില പദ്ധതികൾ ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ദൈവ പൈതലിനെ തടയുക ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ പകൽക്കാലം വിശ്വസിക്കുക, വാഗ്ദത്തം തന്ന ദൈവമൊക്കെ നിശ്ചയമായ ദൈവം അതിൽ കൊണ്ട് ചെന്ന് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സമയമത്രേ. സ്തോത്രം. നിന്റെ ആഗ്രഹത്തെ കഴിഞ്ഞ നാളത്തെ ഉപവാസത്തോടും പ്രാർത്ഥനയോടൊക്കെയും ചില ആഗ്രഹങ്ങൾ പേറി നടക്കുന്ന ദൈവ പൈതലേ, ആ ആഗ്രഹത്തെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആലോചനയാക്കി ദൈവം അങ്ങ് മാറ്റാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുക. സ്തോത്രം. നിന്റെ ആഗ്രഹത്തെ സ്തോത്രം നമ്മെ കൊണ്ട് നമുക്ക് പറ്റത്തില്ല നമ്മുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുക. ആഗ്രഹിക്കാനേ കഴിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ശത്രുവിന് അതൊരു വിഷയമായിരിക്കത്തില്ല. പക്ഷേ ആ ആഗ്രഹത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട്, ദൈവത്തിന്റെ ആലോചനയായിട്ട് അത് വെളിപ്പെട്ടു വരുമ്പോ പ്രതികൂലങ്ങൾ ഉണ്ടാക്കുവാനായിട്ടിടയത്തില്ല, പ്രതിസന്ധികൾ വർദ്ധിക്കുവാനായിട്ടിടയത്തില്ല. പക്ഷെ അതിനടുത്ത് വിട്ടുകളയുന്ന ഒരു ദൈവമല്ല, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയത്തില്ല. പൗലൂസിന്റെ ജീവിതത്തിൽ റോമയിൽ എത്തണമെന്നത് അപ്പോസ്തലൻ പൗലൂസ് റോമിൽ എഴുതി വെച്ചു. അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ആഗ്രഹത്തെ അപ്പോസ്തല പ്രവൃത്തി 23-11 വാക്യത്തിൽ കർത്താവിന്റെ അരുളപ്പാടായി മാറ്റിവെക്കുവാനായിട്ടിടയായി തീർന്നപ്പോ അതുവരെ ഇല്ലാത്ത പ്രതികൂലങ്ങൾ, അതുവരെ ഇല്ലാത്ത പ്രതിസന്ധികൾ ഓരോന്നായി തന്റെ ജീവിതത്തിൽ അടിച്ചു ഉയരുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴും കർത്താവിന്റെ ദൂതനെ അയച്ച് തന്നെ ധൈര്യപ്പെടുത്തി തന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിച്ച ഒരു സ്വർഗത്തിലെ ദൈവത്തെ എത്രേ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റിക്കൊണ്ട് നിന്നെ ദൈവിക അരുളപ്പാടിലേക്ക്, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കരം പിടിച്ച് കയറ്റുന്ന ദിനങ്ങൾ എത്രേ. നീ വിശ്വസിക്കുക. ആശയറ്റുപോയ വിഷയം കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഇനി ഇതിനകത്തൊന്നും ഒരു മറുപടിയും ഇല്ല എന്ന് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തടയുക ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയില്ല.
ചിലതിനെ മറികടന്ന് നീ എത്തേണ്ടടുത്ത് എത്തുവാനായിട്ടിടയത്തില്ല. അങ്ങനെക്ക് ഈ പകൽക്കാലം വിശ്വസിക്കാം. നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റി ആ വാഗ്ദത്തത്തിലേക്ക് കയറ്റുന്ന സമയമത്രേ. ഒരു പ്രോസസ്സിങ്, നിന്റെ ആഗ്രഹം അത് ദൈവത്തിന്റെ അരുളപ്പാടാക്കി മാറ്റാം. ആ ദൈവത്തിന്റെ അരുളപ്പാട് കൊണ്ട് തീരാനല്ല. ഹല്ലേലൂയ പറയുന്നില്ലേ, എത്രയും നാൾ കൊണ്ട് ഞാൻ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടോ, വാഗ്ദത്തം കേട്ടോ. ഹല്ലേലൂയ പ്രതികൂലമാണല്ലോ വർദ്ധിക്കുന്നത്, പ്രതിസന്ധിയാണല്ലോ വർദ്ധിക്കുന്നത്. ആ വാഗ്ദത്തം നിറവേറാനായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നില്ലല്ലോ. ഞാൻ ആഗ്രഹവുമായിട്ട് നടന്നപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ആ ആഗ്രഹം തന്നെയാണല്ലോ പല ദൈവമക്കളെ കൂടി എന്നോട് അരുളപ്പാടായിട്ട് കേൾപ്പിക്കാനായിട്ട് ഇടയത്തിരുന്നത്. അവിടെ വെച്ച് തുടങ്ങിയല്ലോ ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങളെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, നീ ധൈര്യമായിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. റോമിൽ എത്തുവാനായിട്ട് ഇടയത്തിരുന്നു. സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ റോമിൽ എത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യവുമില്ല. ഞാൻ പറയട്ടെ പ്രിയതേ മക്കളെ, വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? പ്രതികൂലം നിന്റെ പിന്നാലെ ഉണ്ട്. പക്ഷേ നാം പിറകിൽ പ്രതികൂലം നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ടിരിക്കാനല്ല, മുമ്പിൽ ദൈവം കേട്ട ശബ്ദത്തിന് മുമ്പാകെ നീ സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാക്കുക. അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നിന്നെ തകർക്കുക, എങ്ങനെയും അതിനകത്ത് കയറ്റാതിരിക്കാം. പ്രശ്നങ്ങൾ കയറി വന്നിരിക്കാം, സ്തോത്രം. പക്ഷേ അതിനകത്ത് നീ തളർന്നു പോകാതെ നിൽക്കുക, സ്തോത്രം. നീ ഭയപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. കർത്താവിന് ഇന്ന് പറയാനായിട്ടുള്ളത് ഇതാണ്. ഹല്ലേലൂയ. ആരൊക്കെയും ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ദൈവിക വാഗ്ദത്തങ്ങൾ ഉണ്ടായിട്ട് അതിനെതിരായിട്ടുള്ള കാറ്റുകളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത്? ഇനി ഇതിനകത്തുനിന്ന് ഒരു വിടുതലുമില്ല എന്ന് പ്രതീക്ഷ അറ്റുപോയ അനുഭവമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. പകൽക്കാലം വിശ്വസിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റി അതിലേക്ക് കരം പിടിച്ച് കയറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം ആലോചന വലിയവനോ പ്രവൃത്തി ശക്തിമാനുമായ ദൈവമത്രേ. യഹോവ തന്നെ രക്ഷിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരും. അങ്ങനെ പൗലോസിന്റെ ആ കൊച്ചാഗ്രഹത്തെ ദൈവത്തിന്റെ അരുളപ്പാടാക്കിയിട്ട് റോമിൽ കൊണ്ട് എത്തിച്ചു. അവിടെ കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയുവാൻ ഇടയാക്കിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിന്റെ കുഞ്ഞു മനസ്സിൽ പൊട്ടിപ്പുറപ്പെട്ടു വന്ന ചില കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളില്ലേ, നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് വെച്ച് കർത്താവിനോട് നീ പറയില്ല, അപ്പ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ ആഗ്രഹമുണ്ട് എന്ന് നീ ആരും കേൾക്കാതെ പറഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ആ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി ദൈവം ഡൈവേർട്ട് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. അവിടെ നിന്ന് പ്രതികൂലങ്ങൾ ഉണ്ടാകും, ഇല്ലെന്നല്ല, പക്ഷേ നിന്നെ അതിലേക്ക് ദൈവം എത്തിക്കും. ഹല്ലേലൂയ. പ്രതികൂലം എന്നുണ്ടെങ്കിൽ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ പ്രതികൂലം ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നീ ചിലർത്ത് എത്താൻ പോകുകയാം. നിന്നെ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് പിശാച് വാദിക്കുവാനായിട്ടിടയുമ്പോ നിന്നെ അവിടെ എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ശത്രുമണ്ഡലത്തിനും നിന്റെ വാഗ്ദത്തത്തെ തടയാൻ കഴിയത്തില്ല. നിന്റെ തലമുറയുടെ നന്മയെ, നിന്റെ തലമുറയുടെ ഭാവിയെ തടയാൻ കഴിയത്തില്ല. ഇന്ന് ഭാരപ്പെടുന്നുണ്ടായിരിക്കാം ചില ആശയേറ്റു പോയ അനുഭവത്തിൽ. ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, ഏത് വഴിയാ തിരിഞ്ഞടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രതിസന്ധിക്കകത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ മറ്റൊന്ന് പോയി തിരഞ്ഞെടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ മറ്റൊന്ന് ചൂസ് ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം പറഞ്ഞതായ നീ എന്താണ് ആഗ്രഹിച്ച് നിന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തത് അതിനെ നിറവേറ്റി തരുന്ന ഒരു സ്വർഗമുണ്ട്. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കുക, നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റിക്കൊണ്ട് ദൈവം അതിനെ നിറവേറ്റി തരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കാണാം. അവരുടെ പ്രാർത്ഥനാ റൂമിനൊക്കെ തങ്ങിയോടെ കൈമാറിയ ആഗ്രഹത്തെ കർത്താവേ ദൈവശബ്ദമാക്കി അവർ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ആശയേറ്റു പോകുന്ന രീതി അവരുടെ ജീവിതത്തെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും പൗലുസിനെ റോമിലെത്തിച്ചതുപോലെ ഇവരെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കണമേ. ഈശാനമൂലന്റെ കൊടുങ്കാറ്റുകൾ ഈ പകൽക്കാലം അമർച്ച ചെയ്യണമേ. ഇവർ മറപറ്റി കരയിലെത്തട്ടെ. അവിടെയും ഇവർക്കെതിരായി കാത്തിരിക്കുന്ന പ്രതികൂലങ്ങളെ ജയിച്ച്
കർത്താവെ, നഷ്ടങ്ങളൊക്കെ ഇവര് ജീവിതത്തിൽ മടക്കി കൊടുത്ത് ഇവര് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ കൂടെ ഇരിക്കട്ടപ്പാ. ഭയങ്ങൾ മാറട്ടെ, ധൈര്യപ്പെട്ടിരിക്കുവാൻ, ബലപ്പെട്ടിരിപ്പാൻ തന്റെ ജനത്തെ സഹായിക്കേ. ആശയേറ്റുപോയി കാണാം. പ്രതീക്ഷകൾ കൈവിട്ട ചില വിഷയങ്ങളുടെ അകത്തേക്ക് യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ കർത്താവേ. ചില വിടുതലുകൾ സംഭവിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.